നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് രാത്രി വൈകിയും ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പോലീസുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുത്തിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശരത്ലാൽ, രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ്. CJP പോലീസ് അനുമതി നിഷേധിച്ചിട്ടും അവർ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സംഘർഷ സാധ്യതയുണ്ടോ എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സോന, ഇപ്പോൾ ദില്ലി പോലീസ് സ്വാഭാവികമായിട്ട് ദില്ലി അരമണിക്കൂർ ഇടവിട്ടുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം സുപ്രീം കോടതി നിർദ്ദേശം ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കാനുള്ള സമയം വൈകിട്ട് 5 മണി വരെയാണ്. ഇപ്പോൾ 4 മണിക്കൂറിലേറെ കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് ബലം പ്രയോഗിക്കാനുള്ള യാതൊരുവിധ മുന്നറിയിപ്പും പക്ഷേ പ്രതിഷേധക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ ഇവിടെയുള്ള സമരമുഖത്ത് ജന്തർമന്ദിറിലെ സമരത്ത് വെളിച്ചവും മറ്റും കട്ട് ചെയ്തിരുന്നു. എന്നാൽ തുടർച്ച പിന്നീട് വെളിച്ചവും വെള്ളവും ഒക്കെ ഡൽഹി പോലീസ് തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസിനെ ഈ സമരം നടക്കുന്ന ജന്തർ മന്ദിറിലൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നവരെ സമരം തുടരുമെന്ന് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് സമരത്തിന്റെ ഒരു പോക്കും. ഇത്ര വൈകിട്ടും ബിസ്ക്കറ്റുകളും വെള്ളവുമാണ്. കാരണം ഭക്ഷണത്തിന് പകരം ബിസ്ക്കറ്റാണ് നൽകുന്നത്. ബിസ്ക്കറ്റുകളും വെള്ളവും ഉപയോഗിച്ചാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഈ സമരമുഖത്ത് കാണിക്കുന്നത്. സർക്കാർ വേണേ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ തങ്ങളുടെ ആവശ്യവുമായി മുന്നോട്ട് തന്നെ പറയും. തങ്ങൾ വിളിച്ചു പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. അതിനെന്താണ് തടസ്സം? കാരണം ഇത്തരം വിദ്യാർത്ഥികളെ ഭാവി അല്ലെങ്കിൽ അവതാളത്തിലാക്കിയ ഇതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയാണ്. ഈ രാജി ആവശ്യത്തിന് പുറകോട്ടില്ല. എന്ത് വന്നാൽ തന്നെ സമരം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ തന്നെ KJP വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഡൽഹി പോലീസ് ബലപ്രയോഗത്തിന് മുതിരുന്നില്ല. കാരണം വെള്ളവും വെളിച്ചവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി എത്രത്തോളം സമരം തുടരും എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. സോന. ശരി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.